നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനുവരി 2026 വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. ഇതിൽ ജോലി, പണം, ബിസിനസ്, പ്രണയം, വിവാഹം, ആരോഗ്യം, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ, ഭാഗ്യം കൂടിയ സമയങ്ങൾ, ഇവയെല്ലാം ഞാൻ ഈ വീഡിയോയിൽ വിശദമായി പറയാം. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം വൃശ്ചികം രാശിക്കാർക്ക് ഈ മാസം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ തുടക്കമായേക്കാം. വൃശ്ചികം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് അന്തരംഗ മാറ്റങ്ങളും ശക്തമായ തീരുമാനങ്ങളും നിറഞ്ഞൊരു മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ നീണ്ട കാലമായി അകത്ത് അടക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ മാസം പുറത്തു വന്നേക്കാം. പക്ഷേ ഒന്നോർക്കുക, പ്രതികാര ചിന്ത, അതുപോലെ ഓവർ കൺട്രോൾ, ഇവയെല്ലാം ഒഴിവാക്കുക. ജോലി സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന വൃശ്ചികം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് പവർ ഡൈനാമിക്സ് നിറഞ്ഞ ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി വന്നു ചേരാം. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വർക്ക് നിങ്ങളുടെ ബോസ് നിങ്ങളെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. റിസർച്ച്, ഇൻവെസ്റ്റിഗേഷൻ, ഫിനാൻസ്, ഹെൽത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു മാസം വളരെ ആനുകൂല്യമായിട്ടാണ് കാണുന്നത്. ജോബ് ചേഞ്ച് ആലോചിക്കുന്നവർ ജനുവരി 11 ശേഷം നല്ല അവസരങ്ങൾ കാണുന്നു. ധനം, സാമ്പത്തികം, ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായി വൃശ്ചികം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് ഹിഡൻ ഗെയിൻസ് കാണുന്ന ഒരു മാസമാണ്. ഇതിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് വഴി ഫണ്ട് ലഭിക്കാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ചെയ്യരുത്. സീക്രട്ട് ഡീൽസുകളെല്ലാം നിങ്ങൾ ഒഴിവാക്കണം. ജനുവരി 22 ശേഷം ഫിനാൻഷ്യലി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പ്രണയം, വിവാഹം സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള വൃശ്ചികം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് ഇമോഷൻസ് നിറഞ്ഞൊരു മാസമായിട്ടാണ് കാണുന്നത്. അതിൽ ഡീപ്പ് ബോണ്ടിങ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പോസസീവായിട്ട് ഇരിക്കരുത്. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ അത് ടെൻഷൻ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്കാണെങ്കിൽ ജനുവരി 20 ശേഷം ഒരു നല്ലൊരു ആലോചന നിങ്ങൾക്ക് വന്നു ചേരാൻ ഉള്ള സമയം കാണുന്നുണ്ട്. സിംഗിളായിട്ടുള്ള വൃശ്ചികം രാശിക്കാർക്ക് ഒരു പുതിയ ബന്ധം തുടങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായി വൃശ്ചികം രാശിക്കാർക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലേറ്റ് നൈറ്റ് ഉറക്കം നിങ്ങൾ ഒഴിവാക്കുക. വാട്ടർ ഇൻടേക്ക് നിറയെ എടുക്കുക. ഇവയെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ എനർജി സ്റ്റേബിളായിട്ട് നിലനിൽക്കും. നമ്മളുടെ ഭാഗ്യ ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്കി ഡേയ്സ് എന്ന് പറയുന്നത് ജനുവരി 7, 12, 21, 27 എന്നീ ദിവസങ്ങളാണ്. കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ജനുവരി 14, 19, 29 എന്നീ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ പവർ സ്ട്രഗിൾസ് ഒഴിവാക്കുന്നത് നല്ലതാണ്. ചെറിയൊരു പരിഹാരം പറഞ്ഞു തരാം. ഇതിൽ ചൊവ്വാഴ്ച ദിവസം ചുവന്ന തിരിയിട്ട ദീപം കത്തിച്ചതിന് ശേഷം ഓം അങ്കാരകായ നമ എന്ന് 11 പ്രാവശ്യം ജപിക്കുക. അത് നിങ്ങളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനും നിങ്ങൾക്ക് മനഃശക്തി കിട്ടാനും സഹായിക്കും. വൃശ്ചികം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് പരിവർത്തനവും ശക്തിയും നിറഞ്ഞ ഒരു മാസമായിട്ടാണ് കാണുന്നത്. പക്ഷേ പഴയ വേദനകൾ പിടിച്ചു നിർത്തരുത്. പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങളെ ശക്തമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അടുത്ത മാസം, അതായത് ഫെബ്രുവരി മാസം പ്രഡിക്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരും. നന്ദി.